ഹായ് ഗായ്സ്, മസാല ഷവായ ചിക്കൻ അവനില്ലാതെ തന്നെ പ്രഷർ കുക്കറിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ മാരിനേഷന് വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി ഒരു 10 എണ്ണം എടുത്ത് ചെറുതായി കട്ട് ചെയ്ത് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വിനീഗറും 1 കപ്പ് ചൂടുവെള്ളവും ചേർത്ത് നമുക്ക് സോക്ക് ചെയ്യാൻ വയ്ക്കാം. ഇനി ചെറിയ ഉള്ളി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇടുക, ഒരു വലിയ സവാള കട്ട് ചെയ്തത് ചേർക്കുക, ഒരു കഷ്ണം ഇഞ്ചി കട്ട് ചെയ്തത് ചേർക്കുക, 10 വെളുത്തുള്ളി, 2 ടൊമാറ്റോ അരിഞ്ഞത്, കുറച്ച് പുതിനയില, ഒരു പിടി മല്ലിയില, ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ചെറിയ തരിതരിപ്പോട് കൂടി തന്നെ അരച്ചെടുത്താൽ മതി. ഈ കാശ്മീരി ചില്ലിയും കൂടെ ചേർത്ത് ഒന്നുകൂടെ മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഇനി ഒരു ബൗൾ എടുത്ത് അതിലേക്ക് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്, അരച്ചെടുത്ത പേസ്റ്റ് ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. വിനീഗറിന് പകരം തൈര് ചേർക്കാവുന്നതാണ്. അത് ഈ സ്റ്റേജിലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ചിക്കൻ അരമണിക്കൂർ വിനീഗറും ഉപ്പും ചേർത്ത വെള്ളത്തിൽ ഡിപ്പ് ചെയ്തിടുക. എന്നിട്ട് അത് നന്നായിട്ട് തുടച്ചെടുത്തിട്ട് അതിലേക്ക് ചെറിയ ചെറിയ ഹോൾസ് ഇട്ട് കൊടുക്കുക. മസാലയെല്ലാം നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഈ ചിക്കൻ എടുത്ത് നമ്മൾ ഈ മാരിനേഷനിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുക. മിനിമം 2 മണിക്കൂറെങ്കിലും ഇത് മാരിനേറ്റ് ചെയ്യാൻ വയ്ക്കണം. അതിനുശേഷം ഒരു കുക്കറിലേക്ക് എടുത്ത് വെച്ച് ബാക്കിയുള്ള മാരിനേഷനും കൂടി അതിലേക്ക് ചേർത്ത് 3 വിസിൽ വരുന്നവരെ വേവിക്കുക. ഒരു കടായിൽ അല്പം ഓയിൽ ചേർത്ത് വേവിച്ചെടുത്ത് ചിക്കൻ അതിലേക്ക് ചേർത്ത് മറിച്ചും തിരിച്ചും എല്ലാം ഇട്ട് കൊടുത്ത് ഒരു ഗ്രില്ല് ചെയ്ത കളറാവുന്നത് വരെ ആക്കിയെടുക്കുക. ഇനി ചിക്കൻ എടുത്ത് മാറ്റി അതേ ഓയിലിലേക്ക് തന്നെ കുക്കറിൽ ബാക്കിയുണ്ടായിരുന്ന മസാല ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി. കുറച്ച് മസാല ഇതിൽ നിന്ന് എടുത്ത് നമ്മൾ മാറ്റി വയ്ക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ബാക്കിയുള്ള മസാലയിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇനി ഈ മസാലയെല്ലാം ചിക്കൻ്റെ മുകളിലേക്കൊക്കെ ഒന്ന് പുരട്ടി കൊടുക്കാം. ഇനി ഒരു പ്ലേറ്റ് എടുത്ത് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന മസാല അതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കുറച്ച്. പിന്നെ നമ്മൾ പുരട്ടി വെച്ചിരിക്കുന്ന മസാലയെല്ലാം പുരട്ടിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ എടുത്ത് വയ്ക്കാം. ഇനി അതിന് മുകളിലേക്ക് ബാക്കിയുള്ള മസാലയെല്ലാം ഇട്ട് കൊടുക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള മസാല ഷവായ ചിക്കൻ റെഡി. താങ്ക്സ് ഫോർ വാച്ചിങ്.